ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് ഒരു ദൃശ്യകലയായ കഥകളിയെ പറ്റിയാണ് പറയുന്നത്. വൈദേശികങ്ങളായ കലകളുടെ വിദൂരസ്പർശം പോലും ഇല്ലാത്ത ഒരു കലാരൂപമാണ് കഥകളി. അനന്യസാധാരണമായ സംവിധാന മനോഹാരിതയാണ് കഥകളിയെ ഇത്രയേറെ ആകർഷകമാക്കുന്ന ഘടകം. കഥകളി ഒരു സമ്പൂർണ്ണ ദൃശ്യകലയാണ്. കേവലമായ ചില മുദ്രക്കൈകൾ കൊണ്ടും അംഗചലനം കൊണ്ടും കണ്ണുകളുടെ ചലനം കൊണ്ടും മറ്റും മൂന്നു ലോകങ്ങളിലും ഉള്ള സകല വസ്തുക്കളെയും കാഴ്ചക്കാരന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള കഴിവ് കഥകളിയുടെ സാങ്കേതികതയ്ക്ക് ഉണ്ട്. അനുഷ്ഠാന പ്രധാനമായ ഒരു ദൃശ്യകലയാണ് കഥകളി. കഥകളി രംഗത്ത് അവതരിപ്പിക്കുന്നതിന് മുൻപ് കഥകളിയിൽ ചില ചടങ്ങുകളുണ്ട്. കഥകളിക്ക് വിളക്ക് വെച്ച് കഴിഞ്ഞാൽ അരങ്ങ് കേളിയാണ്. കഥകളി തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ അറിയിപ്പാണ് കേളികൊട്ട്. അടുത്തത് തോടയമാണ്. നാടകത്തിലെ നാന്ദി പോലെ കഥകളിയിലെ പൂർവ്വരംഗമാണ് തോടയം. തോടയം ശിവപാർവതി നൃത്ത സ്മരണ എന്നാണ് സങ്കല്പം. വന്ദന ശ്ലോകമാണ് അടുത്തത്. തോടയം തീർന്നതിന് ശേഷം ഗായകർ വന്ദന ശ്ലോകം ചൊല്ലാറുണ്ട്. തോടയവും വന്ദന ശ്ലോകവും കഴിഞ്ഞാൽ കഥാരംഭത്തിന് മുൻപുള്ള ഒരു പ്രധാന ചടങ്ങാണ് പുറപ്പാട്. പുറപ്പാട് കഴിഞ്ഞാൽ നിലപ്പദം കഴിഞ്ഞ അടുത്ത ചടങ്ങ് മഞ്ജുതര അല്ലെങ്കിൽ മേളപ്പദം ആണ്. കഥകളിയിലെ ഏറ്റവും ഒടുവിലത്തെ ചടങ്ങാണ് മംഗളനൃത്തം. കഥകളിയിലെ വേഷവിധാനം 5 തരത്തിൽ വിഭജിച്ചിരിക്കുന്നു. മിനുക്ക്, പച്ച, കരി, കത്തി, താടി എന്നിവയാണ് അവ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നിങ്ങളുടെ എല്ലാം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ നന്ദി.